ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ മാത്രമല്ല കേട്ടോ, ഏപ്രിൽ മാസം, അതായത് 2024 ഏപ്രിൽ 1-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ്. OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും, അതുകൂടാതെ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ മാസം ഏപ്രിൽ മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ഹോളിവുഡ് മൂവിയാണ്, ഒരു പക്ക ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. മങ്കി മാൻ എന്നാണ് സിനിമയുടെ പേര്. ലിമിറ്റഡ് തിയേറ്ററിലാണ് റിലീസ് ഉള്ളത്. ഈ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് കിഡു ട്രെയിലറായിരുന്നു. പക്ക ആക്ഷൻ മൂവി ആയിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മങ്കി മാൻ എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും പൃഥ്വിരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. പൃഥ്വിരാജ് ഒരു നെഗറ്റീവ് റോൾ വരുന്ന സിനിമയാണ്. പക്ക ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ ത്രില്ലർ മൂവി ആയിട്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 350 കോടി മുടക്കിയായിട്ടാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈദാൻ എന്ന് പറഞ്ഞ സിനിമ. അജയ് ദേവ്ഗൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ബയോപിക്കാണ്. അതായത് ഒരു ഫുട്ബോൾ കോച്ചായിരുന്ന സയ്യിദ് അബ്ദുൾ റഹീമിൻ്റെ ഒരു ബയോപിക്കായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ കോച്ചാണ്. അപ്പോൾ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ഈ ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള റിലീസുകളാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി മുതലാണ് മലയാളത്തിൽ റിലീസുകൾ വരുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ രോമാഞ്ചത്തിന് ശേഷം രോമാഞ്ചൻ ടീം ഒരുമിക്കുന്ന ഫഹദ് ഫാസിൽ നായകനാകുന്ന സിനിമ ആവേശം. പ്രതീക്ഷയുള്ള സിനിമയാണ്, അത്രയും പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്താ പറയുക, ഒരു തിയേറ്റർ ഇളക്കി മറിക്കാൻ തയ്യാറായി വരുന്നൊരു സിനിമ. എന്തായാലും വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഫസ്റ്റ് ഷോ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും കണ്ട് റിവ്യൂ നിങ്ങൾ വലിയ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അടുത്തത് വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, നിവിൻ പോളി എന്നിവർ ഒന്നിക്കുന്ന സിനിമ. വർഷങ്ങൾക്ക് ശേഷം ഒരു വൈബ് പടം തന്നെയാകാനാണ് ചാൻസ്. നല്ലൊരു പ്രതീക്ഷയുള്ള സിനിമയാണ്. ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. അപ്പോൾ ഏപ്രിൽ മാസം 11-ാം തീയതി തന്നെ ഒരു സിനിമ കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. ജയ് ഗണേഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. അപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ മലയാളത്തിൽ നല്ല നല്ല സിനിമകളായിട്ട് എന്താ പറയുക, മലയാള സിനിമാ പ്രേമികൾക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച മാസങ്ങളായിരുന്നു ഈ ഏപ്രിൽ മാസത്തിലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തത് അരൺമനൈ 4 എന്ന് പറഞ്ഞ തമിഴ് കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സുന്ദർ സി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സുന്ദർ സി, തമന്ന, റാഷി ഖാൻ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. നമ്മുടെ ദിലീപയുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന പവി കെയർടേക്കർ എന്ന സിനിമ. ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അന്ന് എന്താ പറയുക, അന്ന് ഇലക്ഷനാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഡേറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അടുത്ത തമിഴ് എന്നുള്ളൊരു സിനിമയാണ്. രത്ന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. വിശാലാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. പക്ക ഒരു ആക്ഷൻ ത്രില്ലർ മൂവി ആയിരിക്കും ഈ ഒരു സിനിമ എന്നാണ്. ഈ ഒരു സിനിമ ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്. ഒരു മലയാള സിനിമ കൂടി മറന്നുപോയി. ഇന്ദ്രജിത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമ. ഈ സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയും വേറെ റിലീസുകൾ ചാൻസ് ഉണ്ട്. ഫെസ്റ്റിവൽ ആണ്, അതായത് പെരുന്നാൾ വിഷു ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ റിലീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സിനിമകൾ വരാൻ ചാൻസ് ഉണ്ട്. വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മാസത്തെ OTT റിലീസുകളാണ്, പ്രധാനപ്പെട്ട OTT റിലീസുകളാണ് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള OTT റിലീസുകളാണ് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു ഹിന്ദി മൂവിയാണ്. ഫറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. C5 വഴി ഈ സിനിമ ഏപ്രിൽ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു സീരീസ് ആണ്. ഒരു ഡ്രാമ, സയൻസ് ഫിക്ഷൻ, ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഒരു കൊറിയൻ സീരീസ് ആണ്. പാരാസൈറ്റ് ദ ഗ്രേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സീരീസ് ഏപ്രിൽ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് തമിഴ് ഡബ്ഡ് വേർഷനും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്നാലും വെയിറ്റ് ചെയ്യാം. ഈ സീരീസ് 5-ാം തീയതിയാണ്. അടുത്തതും ഒരു സയൻസ് ഫിക്ഷൻ, ഫാന്റസി, കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഫാൾ ഔട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഇതൊരു ഗെയിം അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു സീരീസ്.
ഒക്കെ ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. നമ്മുടെ രജനീകാന്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമ ഏപ്രിൽ മാസം 12-ാം തീയതി ഈ ഒരു സിനിമ സൺ നെക്സ്റ്റ് വഴി തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്നും തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടി, കിടിലൻ കളക്ഷൻ നേടി, 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ. ഡിസംബർ ഹോട്ട്സ്റ്റാറാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ ഏപ്രിൽ മാസം 12-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹിന്ദി എന്നുള്ള ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ആർട്ടിക്കിൾ 370 എന്ന സിനിമ. ഈ സിനിമ ജിയോ സിനിമ വഴി ഏപ്രിൽ മാസം 19-ാം തീയതി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ആക്ഷൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റെബൽ മൂൺ പാർട്ട് 2 ദ സ്കാർ ഗിവർ എന്ന സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ മാസം 19-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ജാപ്പനീസ് ആക്ഷൻ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിറ്റി ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത്. ഇനിയും സിനിമകൾ വരാം, സർപ്രൈസ് റിലീസുകൾ വരാം. എന്തായാലും വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പിന്നെ ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സിനിമകൾ എന്ന് റിലീസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.